ഇരുന്ന് ഇരുട്ടി നേരം വെളുത്താലും തീരില്ല. കാരണം 2020 എന്ന പാർട്ടിയുടെ ശുദ്ധ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നതാണ്. അതിലെനിക്ക് ഒരു വിഷമമില്ല, ഏറെ അഭിമാനമുള്ളൂ. നമ്മൾ ഇപ്പം ഐക്യർനാട് പഞ്ചായത്തിൽ തനത് ഫണ്ട് ഇത്ര കോടി രൂപയുണ്ടെന്ന് നമ്മളെല്ലാവരും പത്രങ്ങളിലൂടെ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2024-25 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സാബു ജേക്കബിൻ്റെ വീട്ടിൽ മീറ്റിംഗ് കൂടും. അപ്പോൾ എല്ലാ പദ്ധതിയും ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ എല്ലാ 4 പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഈ 3 പേര് വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐക്യർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡീന ദീപക് സാബു ജേക്കബിനോട് പറഞ്ഞു, ഞങ്ങളുടെ പഞ്ചായത്തിൽ 4.5 കോടി രൂപ തനത് ഫണ്ട് ബാക്കിയുണ്ട്, അപ്പം അതുകൊണ്ട് കുറച്ച് പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന്. അപ്പോൾ സാബു ജേക്കബ് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, പറ്റില്ല, ആ ഫണ്ടിൽ ആ പൈസയിൽ 1 രൂപ ഇനി എടുത്ത് ചിലവഴിക്കാൻ പറ്റില്ല. കാരണം ഇനി 1 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ പോരുമ്പോൾ നമുക്ക് ബാലൻസ് ഇത്ര കോടി രൂപ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന്. ഈ ബാക്കി തുക അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഈ 2024-25 വാർഷിക പദ്ധതിയിൽ ആ തുകയെടുത്ത് നമ്മൾ ചെലവഴിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ ഓരോ മെറ്റീരിയലിൻ്റെ വിലയായിരിക്കില്ല ഇന്ന് നമ്മൾ ഓരോ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ. അപ്പോൾ ആ നഷ്ടം ശരിക്കും ആ പഞ്ചായത്തിലെ ജനങ്ങൾക്കാണ്. ഇപ്പം MLA പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഐക്യർനാടിൽ 14 വാർഡും 2020 നേടിയതാണ്. അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമില്ല. അപ്പോൾ അവിടെ നടന്ന പല കാര്യങ്ങളും പുറത്തേക്ക് അറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു കാണില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ കുന്നത്തുനാട് പഞ്ചായത്തിൽ 7 പ്രതിപക്ഷ മെമ്പർമാരുണ്ടായിരുന്നു. അവിടെ എല്ലാ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ സാബു ജേക്കബിൻ്റെ ബിനാമികളാണ് അവിടെ ഏറ്റെടുക്കുന്നത്. ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾക്കറിയാം, ഈ പഞ്ചായത്തിലും സിഗ്മ പ്ലസ് എന്ന കമ്പനിയായിരിക്കും ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് AMA ആയിരിക്കും. പിന്നെ റോഡ് ടാർ ചെയ്യുന്നത് വിജയ് കൺസ്ട്രക്ഷൻ. പിന്നെ സ്കൂളുകളിലേക്കും നമ്മളെ പഠനോപകരണങ്ങൾ അതെല്ലാം ഫർണിച്ചറുകൾ വാങ്ങുന്നതൊക്കെ വെളനാടൻ എന്ന ഒരു ഏജൻസിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ 4 പഞ്ചായത്തിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ് ഇങ്ങേരുടെ താല്പര്യാർത്ഥം ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഒരു സർക്കാർ ഓഫീസിലൊരു ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏറ്റവും കുറഞ്ഞ ടെൻഡറാണ് നമ്മൾക്ക് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ടെൻഡർ അംഗീകരിച്ചു കൊടുക്കും. എന്നിട്ട് ആ പദ്ധതി ആ കൂടിയ തുകയ്ക്കായിരിക്കും. ഇപ്പം നമ്മുടെ കുന്നത്തുനാട് പഞ്ചായത്തിൽ ഞാൻ പോരുന്ന ആ വർഷത്തിൽ 2024-25 ബയോബിൻ വെച്ചിരുന്നു ഒരു 36.5 ലക്ഷം രൂപയുടെ. അതിൽ സാബു നിർദ്ദേശിച്ച ആൾ 3-ാം സ്ഥാനത്താണ് വന്നിരുന്നത്. പക്ഷേ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പുള്ളി പറഞ്ഞിട്ട് ആ ടെൻഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ടെൻഡർ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നത് സെക്രട്ടറി അതിനകത്ത് നോട്ട് എഴുതി. കാരണം ഈ 3-ാം സ്ഥാനത്തുള്ള ആളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സെക്രട്ടറിയും VOയും നോട്ട് എഴുതിയതുകൊണ്ട് ആ ടെൻഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും റീടെൻഡർ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും റീടെൻഡർ ചെയ്തിട്ട് ആ ആൾക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് ഏകദേശം 1-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും വന്ന ആൾ 1000 ചില്ലാൻ രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അധികം ആ തുക നമ്മൾ ഈ സാബ് നിർദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്ര ബയോബിന്നുകളാണ് നമുക്ക് ആ പഞ്ചായത്തിന് നഷ്ടമായത്, അല്ലെങ്കിൽ എത്ര ആനുകൂല്യമാണ് സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടതെന്ന് ചിന്തിക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2020 എല്ലാ മെമ്പർ